കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. അതെ, മെസ്സേജ് ഒരു മദ്യപാനിയുടെ മാനസാന്തരം. കുഴപ്പമില്ല, നല്ല അഭിനയം. കുഴപ്പമില്ല, നല്ല പടം. കുഴപ്പമില്ല. ഒരു കുടിയന്നെ നേരെയാക്കിയത് നല്ല ഇഷ്ടപ്പെട്ടത്. നല്ല മൂവിയായിരുന്നു, ഒത്തിരി ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടത് സിനുവിനെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഈ തലമുറയ്ക്ക് നല്ലൊരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും ലൈഫിലോട്ട് പോകുന്ന ഇപ്പൊ വരുന്ന തലമുറയ്ക്ക് ഒരു അതെ അതെ തീർച്ചയായിട്ടും കൊള്ളാം. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ, നല്ല സിനിമ, നല്ലത്, നല്ല നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി. രണ്ട് സിനിമയുടെയും എന്താ പറയാ, പുതിയ താരങ്ങളുടെ ഒക്കെ അഭിനയം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊണ്ട് മാക്സിമം ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. സിനിച്ചേട്ടൻ ബാബു ഒന്നും പറയാനില്ല. ഉറപ്പായിട്ടും ഉണ്ട്. കാരണം മിക്കവാറും ഇപ്പൊ നാട്ടിലുള്ളതാണല്ലോ, ആൽക്കഹോളിസം ഇസ് എ വെരി ഇൽ തിങ്. സോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ആരെങ്കിലും ഒക്കെ കാണുമ്പോഴത്തേനും ഒരു 9, 8 ആയിരുന്നു. എന്താ പറയാ, എവറി ഫിലിം ഇസ് എ വർക്ക് ഓഫ് ആർട്ട്. അപ്പം ഈ ഫിലിമിന് പുറകിൽ എല്ലാവരും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കൊരു എന്താ പറയാ, എല്ലാ സീൻസും നമുക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ക്രൂ ആണെങ്കിലും ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അവർ ശ്രദ്ധിച്ച് ആണ് ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ ഓൾസോ സിനു സിദ്ധാർത്ഥ് നല്ലപോലെ ഇതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്താ പറയാ, നമ്മളൊരു ഫാമിലി പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണല്ലോ ലൈഫിൽ. അപ്പം അതിനകത്ത് പലരുടെയും സിറ്റുവേഷൻസ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനുള്ള എലിമെന്റ്സും ഉണ്ട്. ആൻഡ് അതിനകത്ത് നല്ലൊരു മോറൽ ഉണ്ട് ഈ ഒരു സ്റ്റോറിന്റെ പുറകില്. അപ്പൊ ടിൽ ദി എൻഡ് എല്ലാവരും എന്തായാലും കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനു സിദ്ധാർത്ഥിന്റെ പെർഫോമൻസ് മാത്രമല്ല, ഇതിനകത്ത് ഓരോരോ ചെറിയ റോൾസ് എല്ലാവരും പുതിയ പുതിയ ആൾക്കാരാണ്. അപ്പൊ അതിനകത്ത് ചെറിയ ചെറിയ റോൾസ് ചെയ്ത ആൾക്കാരും വളരെ നമ്മൾ പിക്ക് ചെയ്ത് തന്നെ പറയണം. എനിക്ക് ആർട്ടിസ്റ്റുകളുടെ പേരറിയില്ല, ബട്ട് എല്ലാവരും അവരവരുടെ റോള് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ജനറേഷന് കൊടുക്കേണ്ട ഒരു ഇതാണ്, ഒരു ഭയങ്കര ഒരു മെസ്സേജാണ് ആ മൂവി. ഇദ്ദേഹം ഒരു ക്യാമറമാനാണെന്ന് എനിക്കറിയാം, പക്ഷെ പുള്ളി ഭയങ്കരമായിട്ടൊരു നല്ല രീതിയിലൊരു പെർഫോമൻസിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര അങ്ങനെയുള്ള കുറെ സീൻസ് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ അതിനകത്ത് ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളിന്റെ ഒരു സൈക്കോസിസ് അങ്ങനെയുള്ള ഒരു സീൻസ് എല്ലാം പുള്ളി ഭയങ്കര റിയൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മൂവി. ആകേണ്ട ഒരു ഫിലിം തന്നെയാണ്. നന്നായിട്ടുണ്ട്. ഒരു നല്ലൊരു തീമാണ്. വരുന്ന ജനറേഷന് പറ്റിയ നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്. നന്നായി ചെയ്തിട്ടുണ്ട്. സിനു പ്രത്യേകിച്ചും പുതിയ നടൻ എന്ന നിലയ്ക്ക് സിനു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഏതാ കണ്ണു നിറയും, ലാസ്റ്റ് ഒക്കെ കണ്ണു നിറയും. കാരണം അത്ര റിയൽ ഒരു പെർഫോമൻസ് ആണ് ലാസ്റ്റ് ഒക്കെ ഉള്ളത്. നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണണം എന്ന് ഞാൻ പറയും. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരു നല്ല ഫീലായിട്ട് തോന്നിയത്. യൂഷ്വലി ഫിലിം കാണുമ്പോൾ എനിക്ക് ആ ഫീല് കിട്ടാറില്ല, പക്ഷെ നല്ല മൂവിയായിരുന്നു. എല്ലാരും കാണണം. ആക്ച്വലി സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും വലിയൊരു ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലൈഫിൽ, എനിക്ക് റിയൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ ആ ഒരു ഫാമിലി മൂവിയാണ്. അതിൻ്റെ ഒരു ഫാമിലി റിലേഷൻസിന്റെ ഒരു ഇമ്പോർട്ടൻസും അത് ഒരാളുടെ ലൈഫിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതും അതിൽ നിന്നൊക്കെ എത്ര ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് റിക്കവർ ചെയ്ത് തിരിച്ച് ആ ഫാമിലിയിലേക്ക് എത്തുന്ന ആ ഒരു ഫീലും ഒക്കെ മൂവി തരുന്നത്. ഞാൻ ശരിക്കും എൻ്റെ റിയൽ ലൈഫിലുള്ള 1-2 ക്യാരക്ടേഴ്സിന് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ക്യാരക്ടർ ഒരു 1-2 പേരെ എനിക്കതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഒരു മദ്യപാനി ഒരു വലിയൊരു ആൽക്കഹോളിക്കായ ഒരാള് എങ്ങനെയാണ് കുടുംബത്തിൽ നിന്ന് മാറുന്നതെന്ന്, അത് ഡിറ്റാച്ച് ആവുന്നത്, ഫാമിലി നടന്നു പോകുന്നത് എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു മനസ്സിലായി. അപ്പോൾ തീർച്ചയായും എല്ലാവരും വന്ന് കാണണം, ഇതിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഥ കേട്ടതുകൊണ്ടൊന്നുമല്ല ഞാൻ ഇതിലോട്ട് വന്നത്. നമ്മള് സിനുവിന്റെ പടം അത് ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ടാണ്. പുള്ളിക്കാരൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അത് സിനു ആണ് ചെയ്യണമെന്ന് കൂടി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ്. കഥാപാത്രം ഞാൻ അറിഞ്ഞുകൊണ്ട് വന്ന് പെട്ടതല്ല. ഇവരെല്ലാം കൂടെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. എനിക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇവരെന്നെ കൊണ്ട് ഒരുപാട് അരിയൊക്കെ പറക്കിച്ച്
എന്നെ കൂടി അങ്ങനെ പറയണ്ട. വൃത്തിയാക്കി ഇത് എടുത്ത വിജയേട്ടൻ, അവരുടെ കഴിവാണത്. വിജയേട്ടൻ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കഴിവൊന്നുമല്ല, ഈ സിനിമയിൽ ഏറ്റവും ലെങ്തുള്ള ഡയലോഗ് വിജയേട്ടന്റെയാണ്. ആണോ? അതെ. ഏറ്റവും ലെങ്തുള്ള നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വിജയേട്ടൻ. എന്റെ അച്ഛനായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിന്റെ പേര് സ്വാതന്ത്ര്യം എന്നാണ്. അത് അങ്ങ് തീരെ നമ്മളങ്ങ് മദ്യത്തിന് അടിമയായി പോയ ഒരാളിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കിട്ടുന്ന ഒരു പ്രചോദനമാണ്. ഒരാളെങ്കിലും അങ്ങനെ തിരിച്ചു വന്നാൽ നമ്മൾ ഈ സിനിമ എടുത്തതിനും എല്ലാത്തിനും നമുക്ക് ഒരു ഇതായി സന്തോഷമായി. ജീവിതത്തിൽ ഒരുപാട് പേര്, ഞാൻ പഴവങ്ങാടിയിലാണ് വളർന്നതല്ല, പഴവങ്ങാടി നമ്മൾ ഗണവിവന്റെ സൈഡിലാണ് വളർന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ. ഇപ്പോൾ ആ പടത്തിൽ തന്നെ സിനിമ ഇരുന്നിട്ട് ആ വിരലിൽ നഖം ഇങ്ങനെ ചുരണ്ടിക്കളിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതെല്ലാം മറ്റേ ആ സൈക്കിളിൽ വന്നിട്ട് വീഴാൻ പോകുന്ന ആ വെള്ളം അടിച്ചിട്ട് അതെല്ലാം ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം പഴവങ്ങാടിയിൽ ഞാൻ കണ്ടു വളർന്ന കാര്യങ്ങളാണ്. അതെല്ലാം കണ്ടപ്പോഴാണ് ഇത്രയും ഒരു മദ്യത്തിന് അടിമയായ ഒരാൾ, അല്ലെങ്കിൽ ഒരു കീടമായി പോയ ഒരാളിന്റെ എല്ലാ ചേഷ്ടകളും സിനിമ നന്നായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമനെ പോലെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പടത്തിന് വേണ്ടിയിട്ട് ഒത്തിരിയും ബുദ്ധിമുട്ടി. നമ്മളെ പണ്ട് കലാഭവമണി ഇതുപോലെ ഇത്രയും ബുദ്ധിമുട്ടി ഒരു അഭിനയിച്ചിരുന്ന കലാഭവമണി മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം സിനിമ ഇത്രയും ഈ പടത്തിന് വേണ്ടി ബുദ്ധിമുട്ടി അഭിനയിച്ചാണ്. അതുകൊണ്ട് ഈ പടം എല്ലാവരും ഒന്ന് തിയേറ്ററിൽ ഒന്ന് കാണണം.